ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ജനുവരി മുതൽ പ്രാബല്യത്തിൽ. സർക്കാർ തലത്തിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയ ബില്ലിന് ഗവർണറും രാഷ്ട്രപതിയും അംഗീകാരം നൽകിയിരുന്നു. इसी महीने जनवरी माह में जो हमारा एक्ट बनकर तैयार हो गया है वो लागू होगा. उसके लिए ट्रेनिंग इत्यादि ऐप इत्यादि के काम हैं, वो सब चल रहे हैं और उस पर पूरी तरह से हमारा सभी विभाग अपने अपने स्तर से जिनको काम करना है काम कर रहे हैं. सरलीकरण, समाधान और निस्तारण ये हमारा शुरू से मंत्र रहा है और यूसीसी भी हमारा इसी मंत्र को आगे बढ़ाएगा. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ, അതിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 വർഷമായി സംസ്ഥാന സർക്കാർ മുൻപോട്ട് പോവുകയാണ്. വിവിധ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ, അതിന്റെ പരിശോധനകൾ, ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം. ഏറ്റവും ഒടുവിൽ ബില്ല് നിയമസഭയിലേക്ക് എത്തി. അതിനുശേഷം വിജ്ഞാപനം പുറത്തിറക്കുന്നതിന് പ്രത്യേക കമ്മിറ്റിയെ തയ്യാറാക്കി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയെ അറിയിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിൽ ജനുവരി മുതൽ, അതായത് 2025 തുടക്കം മുതൽ തന്നെ ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിട്ടുള്ളത്. ഈ നിയമം നടപ്പിലാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ, ഒപ്പം സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം, സർക്കാർ തലത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ, അതെല്ലാം അവസാന ഘട്ടത്തിലാണ്. അതെല്ലാം പൂർത്തിയാവുകയാണ്. ജനുവരി മുതൽ തന്നെ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നടത്തിയിട്ടുള്ളത്. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ബില്ല് നിയമസഭ നേരത്തെ പാസാക്കിയിരുന്നു. ആ ബില്ലിന് ഗവർണറും പിന്നീട് രാഷ്ട്രപതിയും അംഗീകാരം നൽകി. വിജ്ഞാപനം പുറത്തിറക്കുന്നതിന് എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്, ഈ നിയമം നടപ്പിലാക്കുമ്പോൾ എന്തെല്ലാം സർക്കാർ തലത്തിൽ മാറ്റങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് സംബന്ധിച്ച് വിശദമായി പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാൻ പ്രത്യേക കമ്മിറ്റിക്ക് സർക്കാർ രൂപം നൽകിയിരുന്നു. ആ കമ്മിറ്റി 2 ആഴ്ചകൾക്ക് മുൻപാണ് സർക്കാരിന് ഇത്തരത്തിൽ അന്തിമ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിനുശേഷം സർക്കാർ തലത്തിലുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ജനുവരിയോടുകൂടി ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കും എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. വിവാഹമോചനം, കൂടാതെ ഭൂമി കൈമാറ്റം, സ്വത്തുക്കളുടെ പിന്തുടർച്ചാവകാശം തുടങ്ങിയ എല്ലാ കാര്യത്തിനും വ്യക്തി നിയമങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഏകീകൃത സിവിൽ നിയമം, അതിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ആ ചട്ടമാണ്, ആ നിയമമാണ് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങൾക്കും സർക്കാർ തലത്തിലും സ്വകാര്യ തലത്തിലും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം, തുല്യ നിയമം എന്നുള്ളതാണ് ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കുന്നത്. ഉത്തരാഖണ്ഡിന് പുറമെ ഗുജറാത്തും ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടുന്നതിനും അതിന്റെ നിർദ്ദേശങ്ങൾ അറിയിക്കുന്നതിനും തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനും പ്രത്യേക കമ്മിറ്റിയെ ഗുജറാത്ത് സർക്കാർ രൂപീകരിച്ചു. ഒപ്പം ദേശീയ തലത്തിൽ മോദി സർക്കാരും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ജനുവരിയിൽ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നടത്തിയത്. വിഷ്ണു. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.